നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം. ഇന്ന് മാർക്കറ്റ് ഫ്ലാറ്റ് ആയിരിക്കുന്നു. മേളിലും താഴെയും പോയില്ല. എൻഡ് ഓഫ് ദി ഡേ അകത്ത് എന്താകും എന്ന് പറയാൻ പറ്റൂല. അടുത്ത ഒരു 3-4 ദിവസത്തിന് നിങ്ങൾ മാർക്കറ്റിനെ വളരെ സീരിയസ് ആവുന്ന എടുക്കണ്ട. എന്തെന്ന് വെച്ചാൽ FIAs ഇരിക്കത്തില്ല. ന്യൂ ഇയർ വെക്കേഷന് പോകും. ഇൻഫാക്ട് നിങ്ങൾ 4-ാം തീയതി 5-ാം തീയതി വരയ്ക്കും മാർക്കറ്റിനെ സീരിയസ് ആയി എടുക്കണ്ട. എന്തെന്ന് വെച്ചാൽ 1-ാം തീയതി അതിൻ്റെ കൂടെ തന്നെ വീക്കെൻഡ് വരും. വീക്കെൻഡിൻ്റെ ശേഷം ഒരു 5-ാം തീയതിക്ക് ശേഷം തന്നെ ഇത് സ്റ്റെബിലൈസ് ആവും. FIA മാർക്കറ്റ് അപ്പം തന്നെ അറിയാൻ പറ്റും. മാർക്കറ്റ് ഒരു ഐഡിയ കയറിയിരിക്കുന്ന ഇറങ്ങിയിരിക്കുന്ന എന്നൊക്കെ കാണാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ ട്രെൻഡ് FIA വന്നതിൻ്റെ ശേഷം തന്നെ ക്ലിയർ ആവും. രൂപ 89.80 അടുത്തിരിക്കുന്നു. RBI രൂപയെ ഡിഫെൻഡ് ചെയ്യുന്നു. ഇന്നലെ നൈറ്റ് ഗോൾഡ് താഴെ വീഴുന്നായിരുന്നു. ഇന്ത്യയിലും താഴെ വീഴുന്നായിരുന്നു. സിൽവറും അതുപോലെ താഴെ വീഴുന്നു. ഇന്ത്യയിലും താഴെ വീഴുന്നായിരുന്നു. ഗോൾഡ് എത്രയും വിളിഞ്ഞിരിക്കുന്നു എന്നാൽ മെനിഞ്ഞാന്ന് ഈവനിങ് 13,100 വരയ്ക്കും ഗോൾഡ് പോയായിരുന്നു. 13,100 വരയ്ക്കും പോയ സ്വർണം 13,020 ഇപ്പോൾ ഇരിക്കുന്നത്. 13,000 കഴിഞ്ഞ് 2 ദിവസം ഇരുന്നു ഗോൾഡ്. 4,200 കഴിഞ്ഞാണ് ഇരിക്കുന്നത് 24 ക്യാരറ്റ്. 4 ദിവസം കൊണ്ട് അത് 14,000 കടന്നാണ് ഇരിക്കുന്നത്. എത്രയും ദിവസം അവിടെ സ്റ്റേ ആയിരിക്കുന്നു അതിനനുസരിച്ച് തന്നെ കറക്ഷൻ ഇരിക്കും. എന്ന് വെച്ചാൽ മാക്രോ എക്കണോമിക് ആക്ഷൻ വന്നില്ലെങ്കിൽ ഇതിൽ കറക്ഷൻ വരത്തില്ല. മാക്രോ എക്കണോമിക് കറക്ഷൻ എന്ന് എന്തെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ച് ആ സൈഡിലും ഈ സൈഡിലും നടന്നില്ലെങ്കിൽ ഫാൾ വരത്തില്ല. കൺസോളിഡേറ്റ് ചെയ്യാൻ തുടങ്ങും. ഗോൾഡും ശരി സിൽവറും ശരി. ഇവരിൽ ഒരേ കാര്യം എന്തെന്ന് വെച്ചാൽ ചൈനക്കാരുടെ അകത്ത് വന്ന് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് താഴെ വീഴും. എപ്പോഴും പറയണത് ഡോളർ ഇന്ത്യയെ വിട്ട് ടാറ്റ കാണിച്ചോട്ട് പൊങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ്. ഇതിൽ ഇന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. കോഫോർജ് എന്ന് പറയുന്ന ഒരു കമ്പനി IT ഇൻഡെക്സിൽ ഇരിക്കുന്നു. എൻകോറ എന്ന് പറയുന്ന കമ്പനിയെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. എൻകോറയിന് $2.5 ബില്യൺ വാങ്ങിയിരിക്കുന്നു. അവരെന്തെന്ന് വെച്ചാൽ ക്യാഷാ കൊടുക്കാതെ ഗോഫോറിൻ്റെ ഷെയർസ് ആയിട്ട് പ്രിഫറൻഷ്യലായിട്ട് കൊടുക്കാൻ പോകുന്നു. അത് വന്നിട്ട് 20% ഓഫ് ഗോഫോർ ഷെയർസ്. ട്രാൻസാക്ഷൻ തീർന്ന ഉടനെ ടാറ്റ പറഞ്ഞുകൊണ്ട് പോകും. എന്ന് വെച്ചാൽ ഇതിൽ വാൻബക് പിൻകസും മീതിയിരിക്കുന്ന ഈ ഫണ്ട്സ് ഓൺ ചെയ്യുന്ന കമ്പനിയാണ്. ഇന്ന് ഈ കമ്പനിക്ക് $700 മില്യൺ ടേൺ ഓവർ. അതിൻ്റെ ശേഷം എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നാൽ ഇത് വന്നിട്ട് ഒരു 2 ബില്യൺ ടേൺ ഓവർ കമ്പനി ആയിട്ട് മാറും. കോഫോർജ് മൂലമായിട്ട് സംസാരിക്കാൻ AI ടാറ്റ സർവീസസ് ആൻഡ് ക്ലൗഡിന് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇത് ഒരു നല്ല ന്യൂസായി ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ബേസിക്കലി വന്നിട്ട് ഇപ്പോൾ ഈ അടുത്ത് 20% കൊടുത്തിരിക്കുന്നു. എപ്പോൾ വിറ്റ് കാശ് എടുത്തിട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ വാല്യുവേഷൻ വളരെ കൂടുതലാണ്. ഫോർജ് അത് അവരും താങ്ക് യു എന്ന് പറഞ്ഞ് വിറ്റുകൊണ്ട് എടുത്തിട്ട് പോകാനും ഒരുപാട് ചാൻസസ് ഉണ്ട്. ഈ ഡീല് തീരുന്നതിന് ശേഷം ഈ വർഷത്തിൽ 70 കൊല്ലം നടക്കാതെ ഒരു കാര്യം നടന്നിരിക്കുന്നു. ഫസ്റ്റ് ടൈം ഇൻ എ ഹിസ്റ്ററി 1.5 ലക്ഷം കോടിക്ക് മുകളിൽ FIA വിറ്റ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. രൂപ വന്നിട്ട് അതിപാതാളത്തിലാണ് കിടക്കുന്നു. ഇന്നും വിറ്റുകൊണ്ടേയിരിക്കും. റീറ്റെയിൽ വാങ്ങിയില്ല, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ വാങ്ങിയില്ല. ഇവിടെ മ്യൂച്വൽ ഫണ്ട്സ് മൂലമാണ് വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഗവൺമെൻറ് തന്നെ നിങ്ങൾ വെറും ലാർജ് ക്യാപ് നിഫ്റ്റി മാത്രം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. മറ്റതൊക്കെ അടി ഒതാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. IPO ബൂമിന് റിയാലിറ്റി ചെക്ക് 60% മുകളിലിരിക്കുന്ന സ്റ്റോക്ക് IPO വിലയ്ക്ക് താഴെ വന്നിരിക്കുന്നു. ഇതെന്തെന്ന് വെച്ചാൽ ഒരു വലിയ ഒരു വൈക്കോൽ പെരയിൽ ഒരു ചെറിയ സൂചിയെ തേടുന്ന പോലെ തന്നെ തേടാൻ തുടങ്ങണം. ഈ വർഷം ഇന്നും ഒരു 2.5 ലക്ഷം കോടി നിങ്ങളെ കാശിനെ എടുക്കാൻ പോകുന്നു. അടുത്ത ലോസ് മേക്കിംഗ് കമ്പനി ആയിട്ട് വരാൻ പോകുന്നത് സെപ്റ്റോയാണ്. ഇതെന്ന് വെച്ചാൽ PE ഒക്കെ ഇനി കാശ് തരത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത കാശിനെ എടുത്തുകൊണ്ട് PE-കാരർ ഓടാൻ പോകുന്നു. ഇതിന് ബലിയായിട്ട് നിങ്ങളാണ്. ഇതിൻ്റെ ശേഷം 2017-18 STB വാങ്ങി വെളിയിലെടുത്തിട്ട് പോയവർക്കൊക്കെ 5 മടങ്ങ് കാശ് കിട്ടിയിരിക്കുന്നു. ഗോൾഡാണ് റിട്ടേൺ. ഗോൾഡിലെ കാശ് കിട്ടിയിരിക്കുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 20% വട്ടി കൊടുത്തിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ അമ്മയാർ സംസാരിക്കത്തില്ല. ഗവൺമെൻറ്റിന് ഹെവി ലോസ്, ടാക്സ് പേയറിന് വളരെ ലോസ്. ടാക്സ് പേയറിന് ലോസ് എന്ന് വെച്ചാൽ എനിക്കും നിങ്ങൾക്കും ലോസാണ്. അടുത്തത് മണപ്പുറമാണ്. റെക്കോർഡ് ഹൈ കഴിഞ്ഞ് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഇന്നും റെക്കോർഡ് ചെയ്യും. ആ സമയം ഒരു പുതു PFO ഒന്ന് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു. ഒരു ഗൾഫ് അവിടെ ഇവിടെ നിന്നൊക്കെ പോയി ഒരുപാട് ബാങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അവർ ഗ്രൂപ്പ് CFO ആയിട്ടിരിക്കും. അവർ വന്നതും എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബെയിൻ ക്യാപിറ്റൽ ഒരു 250 കോടിയെ വന്നിട്ട് ആശീർവാദ് മൈക്രോ ഫൈനാൻസിൽ ഇറക്കി അവിടെ അതിനെ സ്ട്രെങ്തൻ ചെയ്തു.
ബെയിങ് ക്യാപിറ്റൽ അതിൻ്റെ ജോലിയെ കാണിക്കുവാണെങ്കിൽ ഇത് ആക്ടം ബോംബായിട്ട് മാറേണ്ട ഒരു ചാൻസ് ഇരിക്കുന്നു. ഇതിൻ്റെ ശബ്ദം തലങ്ങൾ മൊത്തം കേൾക്കും. നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ അതിൻ്റെത് 32 അതിലിരുന്ന് ഇത് എത്രയും വന്നാലും നമുക്കത് ലക്കാണ്. ടാറ്റ സ്റ്റീൽ വന്നിട്ട് വളരെ നല്ല ന്യൂസായിട്ട് വരുന്നു. അങ്ങനെ പറഞ്ഞു ടാറ്റ സ്റ്റീലിന് ഒരു ടാക്സ് നോട്ടീസ് പിടിയെന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഇൻപുട്ട് ടാക്സിന് നീ തെറ്റായി ക്ലെയിം ചെയ്തിരിക്കുന്നു, 9,000 കോടിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതുപോലെ ഒരുപാട് കമ്പനികൾക്ക് നോട്ടീസ് വന്നിരിക്കുന്നു. കാര്യം വെളിയിൽ പറഞ്ഞതുപോലെയല്ല, ടാറ്റ സ്റ്റീലിനും ഇല്ല. ചുമ്മാ ഒരു കളക്ഷൻ കാണിക്കണം, ഇയർ എൻഡ് വരുന്നതെന്ന് നോട്ടീസ് ഇതാണ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഇതുപോലെ ഒരുപാട് IT കമ്പനി കൊടുത്ത് ഒന്നും നടന്നില്ല. നമ്മളൊക്കെ വിചാരിച്ചു ട്രെൻഡ് തന്നെ ലാബ് ഗ്രോ ഡയമണ്ടിൽ ഇറങ്ങാൻ പോകുന്നു എന്ന്. ഇപ്പോൾ ടൈറ്റൻ തന്നെ ഒരു ബ്രാൻഡ് നെയിം റെഡി ചെയ്ത് അവർ വന്നിട്ട് ലാബ് ഗ്രോ ഡയമണ്ടിന് ഇറങ്ങാൻ പോകുന്നു എന്നാണ് ലോഞ്ച്. ഇത് നിയൽ ടാറ്റായുടെ മോൻ ട്രെൻഡിൻ്റെ ഐഡിയ എന്ന് ഒരു തനിഷ്കിൽ തന്നെ വരുന്നു. തനിഷ്കിൽ തന്നെ 10,000 രൂപയ്ക്ക് ഒരു എൻഗേജ്മെൻറ്റ് റിംഗ് കൊടുക്കുമോ എന്നൊരു ചോദ്യവും ഇരിക്കുന്നു. ഇതൊക്കെയാണ് ടൈറ്റനിലുള്ള ന്യൂസ്. അടുത്ത വലിയ ന്യൂസ് വന്നിട്ട് നമ്മളെ ഒബീസിറ്റി ഡ്രഗാണ്. നമ്മൾ സിപ്ലോ അതിൽ ചാടിയിട്ടുണ്ട്. റെഡ്ഡി ഗാരു റെഡിയായിരിക്കുന്നു. നാറ്റ്കോയും റെഡിയായിരിക്കുന്നു. സം ഫാർമയും അതിൽ ചാടണം എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതാണ് ഫ്യൂച്ചർ എന്ന്. അതായത് വി ആർ ജമ്പിങ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. 2026 പുതിയ വർഷത്തിന് സൂപ്പറായിട്ട് എൻറ്റർ ചെയ്യുന്നു ഓട്ടോ സെക്ടർ എന്ന് പറയുന്നു. പോയ വർഷം പോലെ ഇത് വരുമോ എന്നത് സംശയമാണ്. എന്തെന്ന് വെച്ചാൽ പോയ വർഷം അങ്ങനെ നിർത്തി വെച്ച് ഒരേ ദിവസത്തിൽ 1 ലക്ഷം വണ്ടി വിറ്റു. ഇത് കാർ പറയുന്നു. ഒക്ടോബർ 17, 18 ഒരേ ദിവസം 1 ലക്ഷം വണ്ടി വിറ്റു. അതിന് തിരികെ റിപ്പീറ്റ് ചെയ്യുന്നത് വളരെ പാടാണ്. അതും ഇന്ത്യയിലെ ആദ്യത്തെ പ്രാവശ്യമാണ് നടന്നിരിക്കുന്നത് ഇങ്ങനെ. സ്മാൾ ക്യാപ്പിനെ ഇട്ടവർ നല്ല കളിപ്പിച്ചെടുത്തിട്ടുണ്ട്. 7 വർഷത്തിൽ ഇല്ലാതെ അത്രയുമാണ് അവർ താഴെ വീണ് കിടക്കുന്നത്. എക്സ്പെക്റ്റഡ് ആണ്. ഒരുപാട് കമ്പനികൾ കാണാതെ പോയിരിക്കും. പക്ഷെ അപ്പോൾ വാല്യുവേഷൻ വളരെ റിച്ച് ആയിരുന്നു. ഞാൻ അറിഞ്ഞു ഒരുപാട് കമ്പനികളൊക്കെ ഫ്രോഡിൽ അകപ്പെട്ടും ബോണ്ടിയായി വന്നിട്ട് ഈ ജെൻസോൾ, ബ്ലൂ സ്മാർട്ട് ഇതുപോലത്തെ കമ്പനിയൊക്കെ ഇരുന്ന സ്ഥലം അറിയാതെ പോയായിരുന്നു. അതുപോലെ തന്നെ വളരെ മോശമായിട്ടിരിക്കും. S&P 500 നിഫ്റ്റിയെക്കാട്ടിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് 2 ഇയർ 9% കയറുന്നു. FII ഇൻവെസ്റ്റ് ചെയ്ത് പീക്കിലിരുന്ന് ആ പീക്കിൽ ഇത് നമ്മൾ ഡിസൈസീവായി ഇന്നും കഴിഞ്ഞു വന്നില്ല. മിഡ് ക്യാപ്പ് ആൻഡ് സ്മാൾ ക്യാപ്പിൽ തന്നെ റിസ്ക് എടുത്ത് FII കാശിട്ടു. എല്ലാം കിടപ്പിലായി. 30% ഇയർ ടു ഇയർ ഗെയിൻ എന്നാൽ 6% ഈ പ്രാവശ്യം ഡിപ്രീസിയേഷനെ പോയിരിക്കുന്നു. ഇതിൻ്റെ ശേഷം ഇൻഫ്ലേഷനിൽ കൺസിഡർ ചെയ്ത FIIക്ക് അത്രയും വലിയ ഗെയിനൊന്നുമില്ല. അത് കാരണം തന്നെ വിറ്റുകൊണ്ടേ ഇരിക്കുന്നു. അതുപോലെ തന്നെ റൈറ്റ്സ് ഇഷ്യൂ മുമ്പേക്ക് QAP ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നു. QAPയിൽ പർട്ടിക്കുലറായിട്ട് ചില പ്രിഫറൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് മാത്രം കൊടുക്കും, ഷെയർ ഹോൾഡറിനൊക്കെ കൊടുക്കത്തില്ല. ഇപ്പോൾ എന്തായെന്ന് വെച്ചാൽ അയ്യോ അപ്പ എന്ന് കെഞ്ചി ഷെയർ ഹോൾഡർ കാശ് കൊടു എന്ന് പറഞ്ഞ് റൈറ്റ്സ് ഇഷ്യൂ തന്നെ 28 ഇയർ ഹൈ ആണ്. വരലാറ് കാണാതെ അത്രയും. മോദിയുടെ മുമ്പ് ഇരുന്ന സിംഗിറാമും കഴിഞ്ഞ് അജ്ഭായ് ബെഹ്റായും കഴിഞ്ഞ് അത് പോയിക്കൊണ്ടിരിക്കുന്നു. മാർക്കറ്റ് ഏത് ലെവലിൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഈ സ്റ്റാക്സ് അറിഞ്ഞാൽ മതി. ബാറ്റ മുമ്പൊക്കെ അംബാസഡർ ഷൂ, ലെതർ ചെരുപ്പ്, ക്യാൻവാസ് ഷൂസ്, കൂളിൽ ഉപയോഗിക്കേണ്ട ക്യാൻവാസ് ഇതുപോലെ നല്ല ജോളിയായി ചെയ്തുകൊണ്ട് മാർക്കറ്റ് മൊണോപ്പൊളിയിലിരുന്നു. 91 അത് പ്രോബ്ലമിൽ വന്നു. എന്നശേഷം ഈ ലോ ലെവൽ സ്ലിപ്പറൊക്കെ പുതു ബ്രാൻഡിൽ വന്ന് അതിനെ ഗാലിയാക്കി. അറ്റ് ബോട്ടം എൻഡിൽ, ടോപ്പ് എൻഡിൽ നൈക്കി, അഡിഡാസ്, ബൂമൊക്കെ വന്നതിന് ശേഷം ജനങ്ങൾ വന്നിട്ട് അതുപോലത്തെ ഷൂ നോക്കി പോയി. ഫാർമൽ ഷൂ എന്ന് പറയുന്നത് വളരെ കുറവായിട്ട് പോയിരിക്കുന്നു ഇപ്പോൾ. മാത്രമല്ല ഇപ്പോൾ ഒരുപാട് എക്സ്പോർട്ടേഴ്സും അതും ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഫോറിൻ ബ്രാൻഡും പോലെ ഇന്ത്യക്ക് വന്നിട്ടുണ്ട്. ഇത് കാരണം ഷെയറിൻ്റെ വില 60% ഇറങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ നിങ്ങളിത് സംസാരിക്കുമ്പോൾ ഞാൻ വൈരസൂചി എന്ന് പറഞ്ഞായിരുന്നു. ഇന്നും അത് വൈരസൂചിയാണ്. എന്നോട് ഇപ്പോൾ സാറ് സംസാരിക്കുന്നതിനെ കുറിച്ചെന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യേണ്ട. വൈരസൂചിയുടെ കഥ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ട്രെൻഡ് വൈരസൂചിയാണ്, കിടപ്പിലായി. ടാറ്റ വൈരസൂചി അതും താഴെ കിടക്കുന്നു. എന്നാൽ ഞാൻ പറയുന്നു വൈരസൂചി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പറഞ്ഞ് അതിൽ കാശ് ഇടുവാണെങ്കിൽ അത് നമുക്ക് നഷ്ടമാണ്.
ട്രെൻഡ് പോലെ ഒരു നല്ല കമ്പനിയിൽ ഇട്ടിരുന്നാലും പോൽ നിങ്ങൾക്ക് അത് കൈ ചുട്ടിരിക്കും. ഡാറ്റ പോലത്തെ ഷൂ വാങ്ങുന്നു നമ്മൾ. അന്ന് സാർ പറഞ്ഞായിരുന്നു എന്തൊക്കെ പ്രോഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നു, പ്രോഡക്റ്റ് കമ്പനികൾക്ക് കൺസിഡർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങൾ പറഞ്ഞു ബാറ്റയിൽ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ചുറ്റിരിക്കും. ഇത് കാരണം നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. നമ്മളെ കാശാണ്, നോക്കി വളരെ സൂക്ഷിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യൂ, 2025 തീർന്നു, പുതിയ വർഷം വരാൻ പോകുന്നു. മാർക്കറ്റ് താഴെ വീഴുന്ന സമയം നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് പട്ടാസിസിലിരിക്കുന്നത് നിങ്ങൾ കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ സൈലൻ്റാக നോക്കിയിരിക്കുന്നതാണ് നല്ലത്. 26 എന്ന് പറയുന്നത് പെട്ടെന്ന് വരും. നന്ദി, നമസ്കാരം.